ഏവർക്കും നമസ്കാരം. ഗ്രീൻ പി എസ് സിയുടെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് മറ്റൊന്നുമല്ല, കോമൺ ടെർമിനോളജീസ് ഓഫ് ആനിമൽ ഹസ്ബൻഡറി. നമ്മൾ ശരിക്കും ഇതും ഒരു ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ പരീക്ഷ സംബന്ധിച്ച് ബേസിക് ആയിട്ടുള്ള കാര്യം തന്നെയാണ് അല്ലേ. നമ്മൾ ഇനി എന്തിനാണ് പഠിക്കണമെന്ന് പറയുന്നത്? നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ട, മുൻകാലങ്ങളിൽ പി എസ് സി നടത്തിയിട്ടുള്ള എക്സാമുകൾ നടത്തില്ല ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് വിലയിരുത്തിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഒരു ചാപ്റ്റർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പറയാൻ കാരണമുണ്ട്. എന്താണ്? ഈ ഭാഗത്ത് നിന്നും 1 മുതൽ 3 മാർക്ക് വരെ പല എക്സാമുകളിലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഭാഗം നല്ല രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് 1 മുതൽ 3 മാർക്ക് വരെ നമുക്ക് നേടാൻ സാധിക്കും. പക്ഷെ നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഇത് പഠിച്ചെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടെന്ന് തോന്നും. കാരണം എന്താണ്? കുറേ പുതിയ വാക്കുകളുണ്ടല്ലേ ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഇതെങ്ങനെ പഠിച്ചെടുക്കും? എന്തായാലും പഠിച്ചല്ലേ പറ്റൂ. അപ്പോൾ എങ്ങനെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാം? നമുക്കിത് ഈ ഒരു ഭാഗം 2 രീതിയിൽ പഠിച്ചെടുക്കാം പെട്ടെന്ന്. എങ്ങനെയൊക്കെയാണ്? ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് കോഡുകൾ ഉണ്ടാക്കി. എങ്ങനെയാണ് കോഡുകൾ ഉണ്ടാക്കുന്നത്? ഇപ്പോൾ നോർമലി നിങ്ങൾക്കറിയാം, ഒരു പി എസ് സി വർക്ക് ചെയ്യുന്ന വിദ്യാർത്ഥിയാണ്, ഏതെങ്കിലും ഒരു പാർട്ട് അവർക്ക് മനസ്സിലായില്ല അല്ലെങ്കിൽ പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവരെന്ത് ചെയ്യും? സ്വന്തമായിട്ട് കോഡുകൾ ഉണ്ടാക്കും അല്ലേ. ഉണ്ടാക്കി എന്താ പറയുക, ആ ഭാഗം അവർ പഠിച്ചെടുക്കും. അതുപോലെ തന്നെ നമുക്കും എന്ത് ചെയ്യാം? സ്വന്തമായിട്ട് കോഡുകൾ ഉണ്ടാക്കി ഈ ഭാഗം വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ. ഇനി രണ്ടാമത്തെ മെത്തേഡ് ഏതാണ്? ചാർട്ട് പ്രിപ്പറേഷൻ. ഏറ്റവും ഇഫക്റ്റീവ് മെത്തേഡ്, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും പ്രിഫർ ചെയ്യുന്ന മെത്തേഡ് എന്ന് വെച്ചാൽ ചാർട്ട് പ്രിപ്പറേഷനാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് നല്ല രീതിയിൽ കോമൺ ടെർമിനോളജീസ് ചാർട്ട് പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന സ്ഥലത്ത് ഇത് പ്ലേസ് ചെയ്യുക. എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ബെഡ്റൂമിലാണ് നിങ്ങൾ പ്ലേസ് ചെയ്തിരിക്കുന്നു ഈ ചാർട്ട്. അപ്പം നിങ്ങൾ റെസ്റ്റ് ടൈമിൽ ബെഡ്റൂമിൽ വന്നു, പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലൊരു ക്വസ്റ്റ്യൻ വന്നു. എന്താണ്? ആക്ട് ഓഫ് പാർച്ചുറേഷൻ ഓഫ് പിഗ് ഈസ് കോൾഡ് ഡാഷ്. എത്ര ആലോചിച്ചിട്ടും കിട്ടുന്നില്ല, എത്ര നോക്കിയിട്ടും കിട്ടുന്നില്ല. പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വന്ന് നമ്മുടെ ചാർട്ട് ഇവിടെ തന്നെ ഉണ്ട്. ആ ചാർട്ടിലേക്ക് നോക്കി സംഭവം എന്താണ്? ഫാരോയിങ് എന്ന് മനസ്സിലായി. ആക്ട് ഓഫ് പാർച്ചുറേഷൻ ഓഫ് പിഗ് ഫാരോയിങ് എന്ന് മനസ്സിലായി. ഇനി നിങ്ങൾ ഏത് ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാലും അല്ലെങ്കിൽ ഏത് എക്സാമിന് ആ ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ എന്ത് ചെയ്യും? ഉറപ്പായിട്ട് എഴുതും. കാരണം എന്താണ്? നിങ്ങൾ വിഷ്വലായിട്ട് കണ്ടു. മനസ്സിലായില്ലേ? നിങ്ങളുടെ മനസ്സിൽ ക്വസ്റ്റ്യൻ വന്നു, പക്ഷെ നിങ്ങൾ വിഷ്വലായിട്ട് അത് മനസ്സിലാക്കിയത് ഫാരോയിങ് എന്നാണ്. ഇങ്ങനെ നമ്മൾ ചാർട്ട് പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള ഗുണമുണ്ട്. മനസ്സിലായോ? നമ്മളിനി ഏത് രീതിയിൽ ഏത് എക്സാം വന്നാലും ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ വന്നാലും നമുക്കത് അറ്റൻഡ് ചെയ്യാൻ ഉറപ്പായിട്ട് പറ്റും. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ചാപ്റ്റർ എത്ര ഇമ്പോർട്ടൻ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പി എസ് സി ഈ ഭാഗത്ത് നിന്ന് മുൻ വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, റെഡിയല്ലേ? അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് 2014 പി എസ് സി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ആക്ട് ഓഫ് പാർച്ചുറേഷൻ ഇൻ പിഗ്. ഓപ്ഷൻ ശ്രദ്ധിച്ചോളൂ. എ ഫാരോയിങ്, ബി കിൻഡ്ലിംഗ്, ഓപ്ഷൻ സി കാവിങ്, ഓപ്ഷൻ ഡി ഫോളിങ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2015 ഓൺലൈൻ എക്സാമിന് പി എസ് സി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഈസ് നോട്ട് റിലേറ്റഡ് ടു ഹോഴ്സ്. ഓപ്ഷൻ ശ്രദ്ധിച്ചോളൂ. എ കോൾട്ട്, ഓപ്ഷൻ ബി ഫില്ലി, ഓപ്ഷൻ സി മെയർ, ഓപ്ഷൻ ഡി ഗിൽറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആൻ അഡൽട്ട് മെയിൽ ഗോട്ട് ഈസ് കോൾഡ്. ഓപ്ഷൻ ശ്രദ്ധിച്ചോളൂ. എ സ്റ്റാലിയൻ, ഓപ്ഷൻ ബി ഡോ, ഓപ്ഷൻ സി ബക്ക്, ഓപ്ഷൻ ഡി റാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2015 പി എസ് സി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് എ ഫീമെയിൽ കാറ്റിൽ എബോവ് 1 year വിച്ച് ഹാസ് നോട്ട് കാവ്ഡ് ഈസ് കോൾഡ്. ഓപ്ഷൻ ശ്രദ്ധിച്ചോളൂ. എ കൗ, ഓപ്ഷൻ ബി ഡോ, ഓപ്ഷൻ സി ഹീഫർ, ഓപ്ഷൻ ഡി സ്റ്റീർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കാസ്ട്രേറ്റഡ് മെയിൽ ഓഫ് ഗോട്ട്. ഓപ്ഷൻ ശ്രദ്ധിച്ചോളൂ. എ ബക്ക്, ഓപ്ഷൻ ബി വെദർ, ഓപ്ഷൻ സി ബോർ, ഓപ്ഷൻ ഡി റാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ഗ്രൂപ്പ് ഓഫ് ഷീപ്പ് ഈസ് കോൾഡ്. ഓപ്ഷൻ ശ്രദ്ധിച്ചോളൂ. ഓപ്ഷൻ എ ഹേർഡ്, ഓപ്ഷൻ ബി ഫ്ലോക്ക്, ഓപ്ഷൻ സി സ്റ്റോക്ക്, ഓപ്ഷൻ ഡി ഡ്രോവ്. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. 2016 ഓൺലൈൻ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കാസ്ട്രേറ്റഡ് മെയിൽ ഓഫ് പിഗ്. ഓപ്ഷൻ ശ്രദ്ധിച്ചോളൂ. എ ഗിൽറ്റ്, ഓപ്ഷൻ ബി സ്റ്റാഗ്, ഓപ്ഷൻ സി വെദർ, ഓപ്ഷൻ ഡി ഗെൽഡിങ്. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. 2016 ഓൺലൈൻ എക്സാമിന് പി എസ് സി ചോദിച്ചതാണ്
ഗോട്ട് മീറ്റ് ഈസ് കോൾഡ്. ഓപ്ഷൻ ശ്രദ്ധിച്ചോളൂ. എ മട്ടൺ, ഓപ്ഷൻ ബി പോർക്ക്, ഓപ്ഷൻ സി ചെവോൺ, ഓപ്ഷൻ ഡി ലാംബ്. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. 2021 PSC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ആക്ട് ഓഫ് മാറ്റിംഗ് ഇൻ പിഗ്സ്. ഓപ്ഷൻ ശ്രദ്ധിച്ചോളൂ. എ കപ്ലിംഗ്, ഓപ്ഷൻ ബി ടപ്പിംഗ്, ഓപ്ഷൻ സി സർവിങ്, ഓപ്ഷൻ ഡി ഫാരോയിങ്. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. 2022 കേരള ബോർഡിന് വേണ്ടിയിട്ട് PSC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് യങ് ഫീമെയിൽ പിഗ് ഈസ് കോൾഡ്. ഓപ്ഷൻ ശ്രദ്ധിച്ചോളൂ. എ ഹോഗ്, ഓപ്ഷൻ ബി പൗൾഡ്, ഓപ്ഷൻ സി ഗിൽറ്റ്, ഓപ്ഷൻ ഡി പുള്ളറ്റ്. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫ്ലോക്ക് ഈസ് എ ഗ്രൂപ്പ് ഓഫ്. ഓപ്ഷൻ ശ്രദ്ധിച്ചോളൂ. ഓപ്ഷൻ ഫസ്റ്റ് ഷീപ്പ്, ഓപ്ഷൻ സെക്കൻഡ് ഗോട്ട്, ഓപ്ഷൻ തേർഡ് ടർക്കി. അപ്പോൾ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മളിപ്പോൾ ഇതിൻ്റെ ആൻസർ ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ ഈ ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ ഒരു പ്രാവശ്യം കൂടി ഈ ക്വസ്റ്റ്യൻ നോക്കും. അന്നേരം നമുക്ക് ഉറപ്പായിട്ട് ഇതിൻ്റെ ആൻസർ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഈ സ്ലൈഡ് ശ്രദ്ധിച്ചേ. എന്താ ടേം പറയുന്ന ആനിമൽ ഹസ്ബൻഡറി. എന്താണ് ആനിമൽ ഹസ്ബൻഡറി? ഇറ്റ് ഡീൽസ് വിത്ത് സയൻറ്റിഫിക് ഫീഡിംഗ്, ബ്രീഡിംഗ്, ഹൗസിംഗ് ആൻഡ് ഹെൽത്ത് കെയർ ഓഫ് ലൈഫ് സ്റ്റോക്ക് ഫോർ ഗെറ്റിംഗ് മാക്സിമം പ്രോഫിറ്റ്. എന്താണ് പറയുന്നത്? പരമാവധി ലാഭം നേടിയെടുക്കുന്നതിന് വേണ്ടി വളർത്തുമൃഗങ്ങളെ ശാസ്ത്രീയപരമായ രീതിയിൽ പരിപാലിക്കുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്ന ആനിമൽ ഹസ്ബൻഡറി എന്ന് പറയുന്നത്. ഇതിൽ എന്തൊക്കെ ഉൾപ്പെടും? ശാസ്ത്രീയപരമായ തീറ്റ, പ്രജനനം, പാർപ്പിടം, ആരോഗ്യ പരിപാലനം എന്നിവ ഉൾപ്പെടുന്നു. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, ഇനി അടുത്ത ടേം എന്താണ്? ലൈവ് സ്റ്റോക്ക് അല്ലേ. എന്താണ് ലൈവ് സ്റ്റോക്ക്? ഡൊമസ്റ്റിക്കേറ്റഡ് ഫാം അനിമൽസ് കെപ്റ്റ് ഫോർ എക്കണോമിക് ബെനിഫിറ്റ് ഈസ് കളക്റ്റീവ്ലി നോൺ ആസ് ലൈവ് സ്റ്റോക്ക്. എക്സാമ്പിൾ നോക്കി എന്തൊക്കെയാണ്? കൗ, ബഫലോ, ഗോട്ട്, ഷീപ്പ് എക്സെട്ര. എന്താണ് പറയുന്നത്? സാമ്പത്തിക ലാഭത്തിനായി ഇണക്കി വളർത്തുന്ന ഫാം അനിമൽസിനെ കളക്റ്റീവ്ലി നമ്മൾ എന്ത് വിളിക്കുന്നു? ലൈവ് സ്റ്റോക്ക് എന്ന് വിളിക്കുന്നു. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഈ ചാർട്ട് ഒന്ന് ശ്രദ്ധിച്ചേടെ. ഫസ്റ്റ് എന്താ പറയുന്നത്? സ്പീഷ്യസ് അല്ല. എന്താണ് സ്പീഷ്യസ്? ജീവവർഗം. എന്താണ് സ്പീഷ്യസ്? ജീവവർഗം. അപ്പോൾ കാറ്റിലെ സ്പീഷ്യസ് എന്താണ്? ബൊവൈൻ എന്നാണ് വിളിക്കുന്നത്. കാറ്റിലെ സ്പീഷ്യസ് നെയിം എന്താണ്? ബൊവൈൻ. എങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം? ഞാനൊരു അസുഖത്തിൻ്റെ പേര് പറയാം, നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും. ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി. പേര് കേട്ടപ്പോൾ തന്നെ ഭയങ്കര കട്ടിയല്ലേ? പക്ഷേ ഇതിൻ്റെ മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും ഭ്രാന്തി പശു. ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതിയുടെ മലയാളം എന്താണ്? ഭ്രാന്തി പശു. അപ്പോൾ അത് കാറ്റിലാണ് അസുഖം വരുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഇതുണ്ട്, ബൊവൈൻ ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർത്തിരിക്കാം. ഓക്കെ, അപ്പോൾ കാറ്റിലെ സ്പീഷ്യസ് മറന്നു പോയത് ബൊവൈൻ. അപ്പോൾ അടുത്ത് നോക്കിയത് ഏതാണ്? ബഫലോ അല്ലേ. ബഫലോയുടെ സ്പീഷ്യസ് നെയിം ഏതാണ്? ബുബലൈൻ ആണ് അല്ലേ. ബഫലോയുടെ സ്പീഷ്യസ് നെയിം ബുബലൈൻ. എങ്ങനെ കണക്ട് ചെയ്ത് ഓർക്കാം? ജസ്റ്റ് നോക്കിയേ. ബഫലോ തുടങ്ങുന്നതിൽ ബായാണ് അല്ലേ. ബായാണ് തുടങ്ങുന്നത് അല്ലേ. ഇനി സ്പീഷ്യസ് നെയിം തുടങ്ങുന്നത് ഏതാണ്? ബുബലൈൻ, ബൂലാണ് തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് ഓർത്തിരിക്കാം, ബാബു എന്ന് വേണമെങ്കിൽ ഓർത്തിരിക്കാം. ഓക്കെ, ഇങ്ങനെ ഓർത്തിരിക്കാം, ബാബു. അപ്പോൾ ബഫലോയുടെ സ്പീഷ്യസ് നെയിം ഏതാണ്? ബുബലൈൻ ആണ്. അടുത്ത് ഗോട്ടിൻ്റെ സ്പീഷ്യസ് നെയിം നോക്കി എന്താണ്? കാപ്രൈൻ ആണല്ലേ. ഗോട്ടിൻ്റെ സ്പീഷ്യസ് നെയിം കാപ്രൈൻ. ഒരു ബന്ധവുമില്ല, പക്ഷേ നമ്മൾ ഓർത്തിരുന്നേ മതിയാവും. ഓക്കെ, അടുത്ത് നോക്കിയത് ഏതാണ്? ഷീപ്പാണ് അല്ലേ. ഷീപ്പ്. ഷീപ്പിൻ്റെ സ്പീഷ്യസ് നെയിം ഏതാണ്? ഒവൈൻ. ഷീപ്പിൻ്റെ സ്പീഷ്യസ് നെയിം ഏതാണ്? ഒവൈൻ. ഇതും യാതൊരു തരത്തിലുള്ള ബന്ധമില്ല, പക്ഷെ നമ്മൾ ഓർത്തിരുന്നേ മതിയാവും. ഓക്കെ, അടുത്ത് നോക്കിയത് ഏതാണ്? പിഗ് അല്ലേ. പിഗിൻ്റെ സ്പീഷ്യസ് നെയിം ഏതാണ്? സ്വൈൻ അല്ലെങ്കിൽ പോർസേൻ. പിഗിൻ്റെ സ്പീഷ്യസ് നെയിം ഏതാണ്? സ്വൈൻ അല്ലെങ്കിൽ പോർസേൻ. നമുക്ക് സ്വൈൻ കണക്ട് ചെയ്ത് പഠിക്കാം. എങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം? H1N1 അല്ലേ. സ്വൈൻ ഫീവർ, പന്നികൾക്ക് വരുന്ന പനിയാണ് സ്വൈൻ ഫീവർ. അങ്ങനെ നമുക്ക് ഓർത്തിരിക്കാം. പന്നിയുടെ സ്പീഷ്യസ് എന്താണ്? സ്വൈൻ എന്ന് വേണമെങ്കിൽ ഓർത്തിരിക്കാം. പക്ഷേ നമുക്ക് 8ന്റെ പണി കിട്ടുന്നത് എപ്പോഴാണ്? ഈ സ്വൈൻ, ഈ ഓപ്ഷനിൽ സ്വൈൻ കാണത്തില്ല, പകരം പോർസേൻ ആയിരിക്കും കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ പോർസേൻ നമ്മൾ ഓർത്തിരിക്കണം, മറന്നു പോകരുത്. പിഗിൻ്റെ സ്പീഷ്യസ് നെയിം ഏതാണ്? സ്വൈൻ അല്ലെങ്കിൽ പോർസൈൻ. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ഗ്രൂപ്പ്, കൂട്ടം. ഓക്കെ, ഗ്രൂപ്പ് എന്താണ്? കൂട്ടം. അപ്പോൾ കാറ്റിലിൻ്റെ കൂട്ടം നമ്മൾ എന്ത് വിളിക്കുന്നു? ഹേർഡ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഹേർഡ് ഓഫ് കാറ്റിൽ, മറന്നു പോകരുത്. കാറ്റിലിൻ്റെ ഗ്രൂപ്പിനെ ഹേർഡ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ബഫലോയുടെ എന്തായിരിക്കും വിളിക്കുന്നത്? ഹേർഡ് എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ബഫലോയുടെ കൂട്ടത്തിന് നമ്മൾ എന്ത് വിളിക്കുന്നു? ഹേർഡ് എന്ന് വിളിക്കുന്നു. ഇനി ഗോട്ടിൻ്റെ ഗ്രൂപ്പിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഫ്ലോക്ക് അല്ലെങ്കിൽ ബാൻഡ്. എന്താണ്?
ഗോട്ടിൻ്റെ ഗ്രൂപ്പിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഫ്ലോക്ക് അല്ലെങ്കിൽ ബാൻഡ്. നമുക്ക് എങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം? ഗോട്ടിന് എന്ത് ഗ്രൂപ്പുണ്ട്? FBയിൽ ഗ്രൂപ്പുണ്ട്. അതായത് ഫേസ്ബുക്കിൽ ഗ്രൂപ്പുണ്ട്. FB എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് അല്ല, ഓർത്തിരിക്കുക. F മീൻസ് ഫ്ലോക്ക്, B മീൻസ് ബാൻഡ്. ഓക്കെ, അപ്പോൾ ഗോട്ടിന് ഏതിൽ ഗ്രൂപ്പുണ്ട്? FBയിൽ ഗ്രൂപ്പുണ്ട്. ഓക്കെ, F മീൻസ് ഫ്ലോക്ക്, B മീൻസ് ബാൻഡ്. ഓക്കെ, ഷീപ്പിൻ്റെ ഗ്രൂപ്പിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഒള്ളി ഫ്ലോക്ക് എന്ന് വിളിക്കുന്നു. ഷീപ്പിൻ്റെ ഗ്രൂപ്പിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഒള്ളി ഫ്ലോക്ക് എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ പിഗിൻ്റെ ഗ്രൂപ്പിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്റ്റോക്ക് ഓഫ് പിഗ്. അപ്പോൾ പിഗിൻ്റെ ഗ്രൂപ്പിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? സ്റ്റോക്ക് എന്ന് വിളിക്കുന്നു. അപ്പോൾ സ്റ്റോക്ക് ഓഫ് പിഗ്. അപ്പോൾ മറക്കരുത്. അങ്ങനെ അവർ ഗ്രൂപ്പായിട്ട് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഗ്രൂപ്പിലെ പല വ്യക്തികളും തമ്മിൽ പരസ്പരം ഇഷ്ടം തോന്നി. ഓക്കെ, അങ്ങനെ അവരെന്ത് ചെയ്തു? മാരേജ് ചെയ്തു. ഓക്കെ, ഇനി അടുത്ത തലമുറയ്ക്ക് വേണ്ടിയുള്ള പല പ്രക്രിയകളും അവിടെ നടന്നു. അങ്ങനെ നടന്ന പ്രക്രിയയിൽ ഒന്നാണ് ആക്ട് ഓഫ് മാറ്റിംഗ്. എന്താണ് ആക്ട് ഓഫ് മാറ്റിംഗ്? നോക്കാം. കാറ്റിലിൻ്റെ ആക്ട് ഓഫ് മാറ്റിങ്ങിനെ എന്ത് വിളിക്കുന്നു? സർവിങ് എന്ന് വിളിക്കുന്നു. എന്താണ് കാറ്റിലിൻ്റെ ആക്ട് ഓഫ് മാറ്റിങ്ങിനെ എന്ത് വിളിക്കുന്നു? സർവിങ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ബഫലോയുടെയോ? അതിനെ സർവിങ് തന്നെ വിളിക്കുന്നു. ഓക്കെ, ബഫലോയുടെ ആക്ട് ഓഫ് മാറ്റിംഗ് എന്ത് വിളിക്കുന്നു? സർവിങ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഗോട്ടിൻ്റെ ആക്ട് ഓഫ് മാറ്റിംഗ് എന്ത് വിളിക്കുന്നു? അതിനെ സർവിങ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഗോട്ടിൻ്റെ ആക്ട് ഓഫ് മാറ്റിങ്ങിനെ എന്ത് വിളിക്കുന്നു? സർവിങ് എന്ന് വിളിക്കുന്നു. നമുക്ക് എങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം? ഇപ്പോൾ നമ്മുടെ നാച്ചുറൽ മാറ്റിംഗ് ആണെങ്കിലും ആർട്ടിഫിഷ്യൽ ഇൻസിമിനേഷൻ ആണെങ്കിലും ലക്ഷ്യം നമ്മൾ ഒന്നാണ്. എന്താണ്? അനിമലിനെ കൺസീവ് ചെയ്യിപ്പിക്കുക. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, നമ്മുടെ ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻസിമിനേഷൻ സർവീസ് കൊടുക്കുന്ന 3 ജീവി വർഗ്ഗങ്ങളാണ്. ഏതൊക്കെയാണ്? കാറ്റിൽ, ബഫല്ലോ, ഗോട്ട്. അതുകൊണ്ടാണ് ആ സർവീസ് വന്നതുകൊണ്ടാണ് നമ്മൾ എന്താണ് ഈ 3ൻ്റെ ആക്ട് ഓഫ് മാറ്റിംഗ് നമ്മൾ എന്ത് വിളിക്കുന്നു? സർവിങ് എന്ന് വിളിക്കുന്നു. അങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് അത് ഓർത്തിരിക്കാം. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ആക്ട് ഓഫ് മാറ്റിംഗ് ഓഫ് ഷീപ്പ് എന്താണ് വിളിക്കുന്നത്? ടപ്പിംഗ്. എന്താണ് ആക്ട് ഓഫ് മാറ്റിംഗ് ഓഫ് ഷീപ്പിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ടപ്പിംഗ് എന്ന് വിളിക്കുന്നു. അപ്പോൾ അടുത്ത് നോക്കിയേ, ആക്ട് ഓഫ് മാറ്റിംഗ് ഓഫ് പിഗിനെ എന്ത് വിളിക്കുവിടെ? കപ്ലിംഗ് എന്ന് വിളിക്കുന്നു. എന്താണ് ആക്ട് ഓഫ് മാറ്റിംഗ് ഓഫ് പിഗിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? കപ്ലിംഗ് എന്ന് വിളിക്കുന്നു. എന്തുകൊണ്ടാണ്? നിങ്ങൾ ലാർജ് വൈറ്റ് യോർക്ക്ഷയർ അല്ലെങ്കിൽ ലാൻഡ് റൈസ് പന്നികളെ കണ്ടുകൊണ്ട് നല്ല വെളുത്ത് തൊടുത്തിരിക്കുന്ന കാണാൻ ഭയങ്കര സുന്ദരികളുമാണ് അല്ലേ? അതുകൊണ്ട് നമുക്ക് നല്ല കപ്പിൾസ് എന്ന് വേണമെങ്കിൽ ഓർക്കാം. ഓക്കെ, അവർ നല്ല കപ്പിൾസ് ആയതുകൊണ്ട് അവരുടെ ആക്ട് ഓഫ് മാറ്റിംഗ് നമ്മൾ എന്ത് വിളിക്കുന്നു? കപ്ലിംഗ് എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയുള്ള പല പ്രക്രിയകളും നടന്നു എന്ന് നമ്മൾ പറഞ്ഞു. അതിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ നോക്കി ആക്ട് ഓഫ് മാറ്റിംഗ്. അടുത്ത രണ്ടാമത്തെ പ്രക്രിയ എന്താണ്? ആക്ട് ഓഫ് പാർച്ചുറേഷൻ. എന്താണ് ആക്ട് ഓഫ് പാർച്ചുറേഷൻ? അപ്പോൾ കാറ്റിലിൻ്റെ ആക്ട് ഓഫ് പാർച്ചുറേഷൻ നമ്മൾ എന്ത് വിളിക്കുന്നു? കാവിങ് എന്ന് വിളിക്കുന്നു. എന്താണ് കാറ്റിലിൻ്റെ ആക്ട് ഓഫ് പാർച്ചുറേഷൻ നമ്മൾ എന്ത് വിളിക്കുന്നു? കാവിങ്. അപ്പോൾ ബഫലോയുടെയോ? അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? കാവിങ് എന്ന് തന്നെ വിളിക്കുന്നു. എന്താണ് ബഫലോയുടെ ആക്ട് ഓഫ് പാർച്ചുറേഷനെ കാവിങ് എന്ന് വിളിക്കുന്നു. ഗോട്ടിൻ്റെ എന്താണ് ആക്ട് ഓഫ് പാർച്ചുറേഷനെ? കിഡിങ് ആണ്. എന്താണ് ഗോട്ടിൻ്റെ ആക്ട് ഓഫ് പാർച്ചുറേഷൻ? എന്താണ്? കിഡിങ് ആണ്. ഇനി ഷീപ്പിൻ്റെ ആക്ട് ഓഫ് പാർച്ചുറേഷൻ എന്താണ്? ലാമ്പിങ് ആണ്. ഷീപ്പിൻ്റെ ആക്ട് ഓഫ് പാർച്ചുറേഷൻ എന്താണ്? ലാമ്പിങ്. ഇനി പിഗിൻ്റെ ആക്ട് ഓഫ് പാർച്ചുറേഷൻ എന്താണ്? ഫാരോയിങ്. എന്താണ് പിഗിൻ്റെ ആക്ട് ഓഫ് പാർച്ചുറേഷൻ? എന്താണ്? ഫാരോയിങ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആക്ട് ഓഫ് പാർച്ചുറേഷൻ ഓഫ് പിഗ് എന്താണ്? ഫാരോയിങ്. അപ്പോൾ ഓർത്തിരിക്കുക, മറന്നു പോകരുത്. ഇനി അടുത്ത് നോക്കിയടെ ന്യൂ ബോൺ അല്ലെങ്കിൽ യങ് ഉണ്ട് അല്ലേ? ജനിച്ച ഉടനെ ആ കുട്ടിയെ നമ്മൾ എന്ത് വിളിക്കും? ഓക്കെ, ഇനി കാറ്റിലിൻ്റെ ന്യൂ ബോൺ അല്ലെങ്കിൽ യങ് ഉടനെ എന്ത് വിളിക്കും? കാഫ് എന്ന് വിളിക്കും. മനസ്സിലായോ? കാറ്റിലിൻ്റെ യങ് ഉടനെ എന്ത് വിളിക്കും? കാഫ് എന്ന് വിളിക്കും. അപ്പോൾ ബഫലോയുടെയോ? ബഫല്ലോ കാഫ്. മറന്നു പോകരുത്. കാറ്റിലിൻ്റെ യങ് ഉടനെ നമ്മൾ എന്ത് വിളിക്കും? കാഫ് എന്ന് വിളിക്കും. ബഫലോയുടെ യങ് ഉടനെ നമ്മൾ എന്ത് വിളിക്കും? ബഫല്ലോ കാഫ് എന്ന് വിളിക്കും. ഇനി ഗോട്ടിനെ നോക്കണേ. കിഡിങ് എന്ന് പറഞ്ഞ പ്രോസസ്സിലൂടെയാണ് ആര് വന്നത്? കിഡ് വന്നത്. ഓക്കെ, കിഡിങ് എന്ന് പറഞ്ഞ പ്രോസസ്സിലൂടെയാണ് ജനിച്ചത് കൊണ്ട് അതിനെ എന്ത് വിളിക്കുന്നു? കിഡ് എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ ഷീപ്പിനെ നോക്കിയേ. ഷീപ്പിൻ്റെ ആക്ട് ഓഫ് പാർച്ചുറേഷൻ എന്ത് വിളിക്കുന്നത്? ലാമ്പിങ് എന്നല്ലേ? അപ്പോൾ ആ ലാമ്പിങ് എന്ന് പറഞ്ഞ പ്രോസസ്സിലൂടെ ജനിച്ചത് കൊണ്ട് എന്താണ് നമ്മുടെ ഷീപ്പിൻ്റെ കുട്ടിയെ നമ്മൾ എന്ത് വിളിക്കും? ലാമ്പ് എന്ന് വിളിക്കും. മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ. ഏതാണ്? പിഗ് അല്ലേ? പിഗിൻ്റെ ന്യൂ ബോൺ അല്ലെങ്കിൽ യങ് വണ്ണിനെ എന്താ വിളിക്കുന്നത്? പിഗ്ലറ്റ് അല്ലെങ്കിൽ പിഗ്ലിംഗ് അല്ലേ? എന്താണ് വിളിക്കുന്നത്? പിഗ്ലറ്റ് അല്ലെങ്കിൽ പിഗ്ലിംഗ് എന്ന് വിളിക്കും. ഓക്കെ, മറന്നു പോകരുത്. ഇനി അടുത്ത് നോക്കിയേ. യങ് മെയിൽ അല്ലേ? യങ് മെയിൽ. അപ്പോൾ കാറ്റിലിൻ്റെ യങ് മെയിലിനെ എന്ത് വിളിക്കും? ബുൾ കാഫ് എന്ന് വിളിക്കുന്നത്. കാറ്റിലിൻ്റെ യങ് മെയിലിനെ എന്ത് വിളിക്കും? ബുൾ കാഫ്. കാരണം എന്താ പറയുക? ബുള്ളായി കഴിഞ്ഞാൽ അഡൽട്ടായി, കാഫായ ന്യൂ ബോണായി. ഇതിൻ്റെ ഇടയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ യങ് മെയിൽ എന്ത് വിളിക്കുന്നത്? കാറ്റിലിൻ്റെ ബുൾ കാഫ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ
ഓക്കെ, അപ്പോൾ അടുത്ത നോക്കിയാടെ ബഫലോയുടെ യങ് മെയിലിനെ എന്താ വിളിക്കുന്നത്? ബഫല്ലോ ബുൾകാഫ് അല്ലേ? ബഫലോയുടെ യങ് മെയിലിനെ എന്താ വിളിക്കുന്നത്? ബഫല്ലോ ബുൾകാഫ്. അപ്പോൾ ഗോട്ടിൻ്റെ യങ് മെയിലിനെ എന്ത് വിളിക്കും? ബക്ലിംഗ് എന്ന് വിളിക്കും അല്ലേ? ഗോട്ടിൻ്റെ യങ് മെയിലിനെ എന്താണ് വിളിക്കുന്നത്? ബക്ലിംഗ്. മാറിപ്പോകരുത്. ഓക്കെ, ഇനി ഷീപ്പിൻ്റെ എന്താണ്? ഷീപ്പിൻ്റെ യങ് മെയിലിനെ എന്താ വിളിക്കുന്നത്? റാമ്പ് ലാമ്പ് അല്ലേ? ഷീപ്പിൻ്റെ യങ് മെയിലിനെ എന്താ വിളിക്കുന്നത്? റാമ്പ് ലാമ്പ്. റാം ആയിക്കഴിഞ്ഞാൽ അഡൽട്ടായി, ലാമ്പ് ആയിക്കഴിഞ്ഞാൽ കുട്ടിയാണ്. അപ്പോൾ ഇതിനിടയ്ക്കാണ് നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ ഷീപ്പിൻ്റെ യങ് മെയിലിനെ റാമ്പ് ലാമ്പ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി പിഗിൻ്റെ നോക്കിയാൽ ബോർലിംഗ്. പിഗിൻ്റെ യങ് മെയിലിനെ എന്ത് വിളിക്കുന്നു? ബോർലിംഗ് എന്ന് വിളിക്കുന്നു. ഓക്കെ, അടുത്ത് നോക്കാം എന്താണ്? യങ് ഫീമെയിൽ. അപ്പോൾ കാറ്റിലിൻ്റെ യങ് ഫീമെയിൽ എന്ത് വിളിക്കും? ഹീഫർ കാഫ് എന്ന് വിളിക്കും. കാറ്റിലിൻ്റെ യങ് ഫീമെയിൽ എന്ത് വിളിക്കും? ഹീഫർ കാഫ് എന്ന് വിളിക്കും. നമ്മൾ ഇവിടെ എന്ത് ക്വസ്റ്റ്യൻ വരാറുണ്ട്? എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരാറുള്ളത്? അതായത് 1 വർഷത്തിന് മേലിൽ പ്രായമുള്ളതും എന്നാൽ കാവിങ് നടക്കാത്തതുമായിട്ടുള്ള യങ് ഫീമെയിലിനെ എന്ത് വിളിക്കും? കാറ്റിലിൻ്റെ യങ് ഫീമെയിലിനെ എന്ത് വിളിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? ഹീഫർ കാഫ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഓപ്ഷനിൽ ഹീഫർ മാത്രമാണ് കാണുന്നെങ്കിലും അത് ശരിയായിട്ടുള്ള ആൻസറാണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. യങ് ഫീമെയിൽ ഓഫ് ബഫലോ എന്താണ്? ബഫലോ ഹീഫർ കാഫ്. യങ് ഫീമെയിൽ ഓഫ് ബഫലോ എന്താണ്? ബഫലോ ഹീഫർ കാഫ്. അപ്പോൾ ഗോട്ടാണെങ്കിൽ എന്ത് പറയും? ഗോട്ടിൻ്റെ യങ് ഫീമെയിൽ എന്ത് വിളിക്കും? ഗോട്ട്ലിംഗ് എന്ന് വിളിക്കും. ഗോട്ടിൻ്റെ യങ് ഫീമെയിൽ എന്ത് വിളിക്കും? ഗോട്ട്ലിംഗ് എന്ന് വിളിക്കും. അപ്പോൾ ഷീപ്പിൻ്റെ യങ് ഫീമെയിൽ എന്ത് വിളിക്കും? ഈവ് ലാമ്പ്. ഷീപ്പിൻ്റെ യങ് ഫീമെയിൽ എന്ത് വിളിക്കും? ഈവ് ലാമ്പ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അടുത്ത് നോക്കിയേ, ആരാണ്? പിഗ് അല്ലേ? പിഗിൻ്റെ യങ് ഫീമെയിൽ എന്ത് വിളിക്കുന്നത്? ഗിൽറ്റ് എന്നാണ് വിളിക്കുന്നത്. പിഗിൻ്റെ യങ് ഫീമെയിൽ എന്ത് വിളിക്കും? ഗിൽറ്റ് എന്ന് വിളിക്കും. എങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം? നിങ്ങൾ ഗിൽറ്റ് ഓർണമെൻറ്റ്സ് കണ്ടിട്ടുണ്ടോ? നമ്മളെ സ്വർണം പോലെ തോന്നിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ഗിൽറ്റ് ഓർണമെൻറ്റ്സ്. അതുപോലെ തന്നെ വളരെ മനോഹരമാണ് ആര്? നമ്മുടെ യങ് ഫീമെയിൽ ഓഫ് പിഗിനെ കാണാൻ. ഓക്കെ, അങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ ഓക്കെ അപ്പോൾ അടുത്ത് നോക്കാം, അഡൽട്ട് മെയിലാണ്. അപ്പോൾ കാറ്റിലിൻ്റെ അഡൽട്ട് മെയിൽ നമ്മൾ എന്ത് വിളിക്കും? ബുള്ളെന്ന് വിളിക്കും. കാറ്റിലിൻ്റെ അഡൽട്ട് മെയിലിനെ എന്ത് വിളിക്കും? ബുള്ളെന്ന് വിളിക്കും. എല്ലാവർക്കും അറിയാമല്ലേ? അപ്പോൾ ബഫലോയുടെ അഡൽട്ട് മെയിലിനെ എന്ത് വിളിക്കും? ബഫല്ലോ ബുള്ളെന്ന് വിളിക്കും. അപ്പോൾ ബഫലോയുടെ അഡൽട്ട് മെയിലിനെ എന്ത് വിളിക്കും? ബഫല്ലോ ബുള്ളെന്ന് വിളിക്കും. അപ്പോൾ ഗോട്ടിൻ്റെ അഡൽട്ട് മെയിലിനെ എന്ത് വിളിക്കും? ഇവിടെ ബക്കെന്ന് വിളിക്കും അല്ലേ? ഗോട്ടിൻ്റെ അഡൽട്ട് മെയിലിനെ എന്ത് വിളിക്കും? ബക്കെന്ന് വിളിക്കും. അപ്പോൾ ഷീപ്പിൻ്റെ അഡൽട്ട് മെയിലിനെ എന്ത് വിളിക്കും? റാം അല്ലെങ്കിൽ തപ്പ്. മനസ്സിലാക്കുക, ഷീപ്പിൻ്റെ അഡൽട്ട് മെയിൽ നമ്മൾ എന്ത് വിളിക്കും? റാം അല്ലെങ്കിൽ തപ്പ്. നമ്മളിപ്പോൾ നാച്ചുറൽ മാറ്റിംഗ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഷീപ്പിൻ്റെ അഡൽട്ട് മെയിലിനെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുകയെന്ന്. അപ്പോൾ ഇവിടെ നമ്മൾ മേളിൽ നമ്മൾ ആക്ട് ഓഫ് മാറ്റിങ്ങിൽ ടപ്പിക്കെന്ന് പഠിച്ചു. ഇവിടെ അഡൽട്ട് മെയിലിന് നമ്മൾ എന്ത് വിളിക്കുന്നു? ഷീപ്പിൻ്റെ അഡൽട്ട് മെയിലിന് എന്ത് വിളിക്കുന്നു പറഞ്ഞു? റാം അല്ലെങ്കിൽ ടപ്പ്. അപ്പോൾ ടപ്പിനെ കൊണ്ട് നമ്മൾ മാറ്റിംഗ് ചെയ്യിപ്പിക്കുന്നത് കൊണ്ടാണ് അവിടെ നമ്മൾ ആക്ട് ഓഫ് മാറ്റിംഗ് ഓഫ് ഷീപ്പിനെ നമ്മൾ എന്ത് വിളിച്ചു? ടപ്പിക്ക് എന്ന് വിളിച്ചത്. ഓക്കെ, ഓർത്തിരിക്കുക. ഇനി അഡൽട്ട് മെയിൽ ഓഫ് പിഗിനെ നമ്മൾ എന്ത് വിളിക്കും? അഡൽട്ട് മെയിൽ ബോർ എന്ന് വിളിക്കും. അഡൽട്ട് മെയിൽ ഓഫ് പിഗിനെ നമ്മൾ എന്ത് വിളിക്കും? ബോർ എന്ന് വിളിക്കും. ഇനി അടുത്ത് നോക്കുക, അഡൽട്ട് ഫീമെയിൽ. ഓക്കെ, അഡൽട്ട് ഫീമെയിൽ കാറ്റിലിനെ എന്ത് വിളിക്കും? കൗ. എല്ലാവർക്കും അറിയാം അല്ലേ? അഡൽട്ട് ഫീമെയിൽ ഓഫ് കാറ്റിൽ എന്താണ്? കൗ. അപ്പോൾ അഡൽട്ട് ഫീമെയിൽ ഓഫ് ബഫല്ലോ എന്ത് വിളിക്കും? ഷീ ബഫല്ലോ. അഡൽട്ട് ഫീമെയിൽ ബഫല്ലോ എന്ത് വിളിക്കുന്നത്? ഷീ ബഫല്ലോ. അപ്പോൾ അഡൽട്ട് ഫീമെയിൽ ഗോട്ടിനെ നമ്മൾ എന്ത് വിളിക്കും? ഡോ. മറന്നുപോലെ, അഡൽട്ട് ഫീമെയിൽ ഗോട്ടിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡോ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അഡൽട്ട് ഫീമെയിൽ ഷീപ്പിനെയോ ഈവ് എന്ന് വിളിക്കും. അഡൽട്ട് ഫീമെയിൽ ഷീപ്പിനെ നമ്മൾ എന്ത് വിളിക്കും? ഈവ് എന്ന് വിളിക്കും. അപ്പോൾ അഡൽട്ട് ഫീമെയിൽ പിഗിനോ സോ. SOW, സോ. മറന്നു പോരുത്, അഡൽട്ട് ഫീമെയിൽ പിഗിനെ വിളിക്കുന്ന പേര് സോ. ഓക്കെ, അടുത്ത് നോക്കുക, കാസ്ട്രേറ്റഡ് മെയിൽ, അതായത് വന്ധീകരിക്കപ്പെട്ട മെയിൽ ആനിമൽസിനെ എന്ത് വിളിക്കും നോക്കാം. നമ്മളപ്പോൾ നോക്കാം, കാറ്റിൽ. കാസ്ട്രേറ്റഡ് മെയിൽ കാറ്റിലിനെ എന്ത് വിളിക്കും? ബുള്ളോക്ക് എന്നാണ് വിളിക്കുന്നത്. കാസ്ട്രേറ്റഡ് മെയിൽ കാറ്റിലിനെ എന്ത് വിളിക്കും? ബുള്ളോക്ക്. അപ്പോൾ കാസ്ട്രേറ്റഡ് മെയിൽ ബഫല്ലോ എന്ത് വിളിക്കും? ബഫല്ലോ ബുള്ളോക്ക് എന്ന് വിളിക്കും. എന്താണ്? കാസ്ട്രേറ്റഡ് ബഫല്ലോ മെയിലിനെ എന്ത് വിളിക്കും? ബഫല്ലോ ബുള്ളോക്ക് എന്ന് വിളിക്കും. അപ്പോൾ ഗോട്ടിനെ എന്ത് വിളിക്കും? കാസ്ട്രേറ്റഡ് മെയിലിനെ കാസ്ട്രേറ്റഡ് ബക്ക് എന്ന് വിളിക്കും. അപ്പോൾ കാസ്ട്രേറ്റഡ് മെയിൽ ഗോട്ടിനെ എന്ത് വിളിക്കും? കാസ്ട്രേറ്റഡ് ബക്ക് എന്ന് വിളിക്കും. അപ്പോൾ കാസ്ട്രേറ്റഡ് മെയിൽ ഷീപ്പിനെ എന്ത് വിളിക്കും? ഇവിടെ വെദർ അല്ലെങ്കിൽ വെഡർ എന്ന് വിളിക്കും. എന്താണ്? വെദർ അല്ലെങ്കിൽ വെഡർ എന്ന് വിളിക്കും. ഇനി പിഗിൻ്റെ കാസ്ട്രേറ്റ് ചെയ്തപ്പെട്ട മെയിലിനെ എന്ത് വിളിക്കും? ഹോഗ് അല്ലെങ്കിൽ സ്റ്റാഗ് എന്ന് വിളിക്കും. എന്തായിരിക്കും? പിഗിൻ്റെ കാസ്ട്രേറ്റ് ചെയ്ത മെയിലിനെ എന്ത് വിളിക്കും? ഹോഗ് അല്ലെങ്കിൽ സ്റ്റാഗ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി ഹൗസ് ആണ്. അടുത്ത് നോക്കിയേ, ഹൗസ്.
അപ്പോൾ കാറ്റിലിൻ്റെ ഹൗസിനെ എന്ത് വിളിക്കും? ബേൺ അല്ലെങ്കിൽ ഷെഡ്. എന്താണ്? ബോൺ അല്ലെങ്കിൽ ഷെഡ്. അപ്പോൾ ബഫലോയുടെ ഹൗസിനെ എന്ത് വിളിക്കും? ബാൺ അല്ലെങ്കിൽ ഷെഡ്. മറന്നു പോരുത്, കാറ്റിലിൻ്റെ ഹൗസിനെ എന്ത് വിളിക്കും? ബാൺ അല്ലെങ്കിൽ ഷെഡ്. ബഫലോയുടെ ഹൗസിനെ എന്ത് വിളിക്കും? ബാൺ അല്ലെങ്കിൽ ഷെഡ്. ഇനി ഗോട്ടിൻ്റെ ഹൗസിനെ എന്ത് വിളിക്കും? പെൻ അല്ലെങ്കിൽ ഷെഡ്. ഗോട്ടിൻ്റെ ഹൗസിനെ എന്ത് വിളിക്കും? പെൻ അല്ലെങ്കിൽ ഷെഡ്. അപ്പോൾ ഷീപ്പിൻ്റെ ഹൗസിനെ എന്ത് വിളിക്കും? ഇവിടെ ഷെഡ് മാത്രം. ഷീപ്പിൻ്റെ ഹൗസ് ഉള്ളി ഷെഡ്. അപ്പോൾ പിഗിൻ്റെ ഹൗസിനെ എന്ത് വിളിക്കും? സ്റ്റൈ എന്ന് വിളിക്കും. പിഗിൻ്റെ ഹൗസിനെ എന്ത് വിളിക്കും? സ്റ്റൈ. ഓക്കെ, അപ്പോൾ ഈ സ്ലൈഡ് ഒന്ന് ശ്രദ്ധിച്ചേ. ഇതിലെന്താ പറയുന്നത്? സയൻറ്റിഫിക് നെയിം ആണ് പറയുന്നത്. ഇതിലെന്താണ് പറയുന്നത്? സയൻറ്റിഫിക് നെയിം. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ കാറ്റിൻ്റെ സയൻറ്റിഫിക് നെയിം എന്താ വിളിക്കുന്നത്? ബോസ് ഇൻഡിക്കസ്. ഇന്ത്യൻ കാറ്റിൻ്റെ സയൻറ്റിഫിക് നെയിം എന്താണ്? ബോസ് ഇൻഡിക്കസ്. അപ്പോൾ എക്സോട്ടിക് കാറ്റിൻ്റെ സയൻറ്റിഫിക് നെയിം എന്താണ്? ബോസ് ടൗറസ്. എന്താണ്? ബോസ് ടൗറസ്. അപ്പോൾ എന്താണ് എക്സോട്ടിക് കാറ്റിൽ? വിദേശ രാജ്യത്ത് നിന്ന് വന്ന കാറ്റിൽ. ഉദാഹരണം നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്ന HF, ജേഴ്സി, ബ്രൗൺ സീസ് എല്ലാം എന്താണ്? എക്സോട്ടിക് കാറ്റിലാണ്. അതിൻ്റെ സയൻറ്റിഫിക് നെയിം എന്താണ്? ബോസ് ടൗറസ്. ബഫലോയുടെ സയൻറ്റിഫിക് നെയിം എന്താണ്? ബുബാലസ് ബുബാലിസ്. എന്താണ്? ബുബാലസ് ബുബാലിസ്. ഓക്കെ അല്ലേ? ഇനി ഗോട്ടിൻ്റെ സയൻറ്റിഫിക് നെയിം എന്താണ്? ക്യാപ്ര ഹിർക്കസ്. ഗോട്ടിൻ്റെ സയൻറ്റിഫിക് നെയിം എന്താണ്? ക്യാപ്ര ഹിർക്കസ്. അപ്പോൾ ഷീപ്പിൻ്റെ സയൻറ്റിഫിക് നെയിം എന്താണ്? ഓവിസ് ഏരീസ്. എന്താണ്? ഓവിസ് ഏരീസ്. ഓക്കെ, ഇനി പിഗിൻ്റെ സയൻറ്റിഫിക് നെയിം എന്താണ്? സസ്ക്രോഫ. പിഗിൻ്റെ സയൻറ്റിഫിക് നെയിം എന്താണ്? സസ്ക്രോഫ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഭാഗം മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ നമുക്കിനി നമ്മൾ ആദ്യം തന്നെ നോക്കിയ ഈ ഭാഗത്തു നിന്നും PSC മുൻ വർഷങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻസ് പേപ്പറിലേക്ക് തിരിച്ചു പോകാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ആക്ട് ഓഫ് പാർച്ചുറേഷൻ പിഗ്. ഏതാണ് ആൻസർ? ഫാരോയിങ്. ഇനി ഇതിൽ നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത ഒരു ഓപ്ഷൻ B കാണും. കിൻഡ്ലിംഗ്. എന്താണ്? ആക്ട് ഓഫ് പാർച്ചുറേഷൻ ഓഫ് റാബിറ്റ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇനി വിച്ച് ഈസ് നോട്ട് റിലേറ്റഡ് ടു ഹോഴ്സ്. ഹോഴ്സുമായിട്ട് ബന്ധമില്ലാത്തത്. ഇവിടെ നോക്കാം. ഓപ്ഷൻ A കോൾട്ട്. എന്താണ്? ഹോഴ്സിൻ്റെ യങ് മെയിലിനെ വിളിക്കുന്ന പേരാണ് കോൾട്ട്. ഇനി ഓപ്ഷൻ B നോക്കാം. ഫില്ലി. ഹോഴ്സിൻ്റെ യങ് ഫീമെയിലിനെ വിളിക്കുന്ന പേരാണ് ഫില്ലി. ഇനി ഓപ്ഷൻ C നോക്കാം. മെയർ. അഡൽട്ട് ഫീമെയിലിനെ വിളിക്കുന്നു, ഫീമെയിൽ ഹോഴ്സിനെ വിളിക്കുന്നതാണ് മെയർ എന്ന് വിളിക്കുന്നു. ഇനി D നോക്കുക. എന്താണ്? ഗിൽറ്റ്. എന്താണ്? നമ്മൾ പറഞ്ഞായിരുന്നു യങ് ഫീമെയിൽ ഓഫ് പിഗിനെ വിളിക്കുന്ന പേരാണ് ഗിൽറ്റ്. സോ അതുകൊണ്ട് ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ D ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആൻ അഡൽട്ട് മെയിൽ ഗോട്ട് ഈസ് കോൾഡ്. ഏതാണ് അഡൽട്ട് മെയിൽ ഗോട്ടിനെ വിളിക്കുന്ന പേര്? പറഞ്ഞതാണ് C ആണ് ആൻസർ. ബക്ക്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ഫീമെയിൽ കാറ്റിൽ എബോ 1 ഇയർ വിച്ച് ഹാസ് നോട്ട് കാവ്ഡ് ഈസ് കോൾഡ്. ഇവിടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ C ആണ്. ഹീഫർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കാസ്ട്രേറ്റഡ് മെയിൽ ഓഫ് ഗോട്ട്. ഏതാണ്? ഇവിടെ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഏതാണ്? കാസ്ട്രേറ്റഡ് ബക്കാണ് അല്ലേ? പക്ഷേ ഇവിടെ ആൻസർ നോക്കിയേ. ഇവിടുത്തെ ആൻസർ അന്ന് PSC എടുത്ത വെദർ ആണ്. ഓപ്ഷൻ B ആണ് എടുത്തത്. കാരണം ഡിപ്പെൻഡ് അപ്പോൺ ഗൂഗിൾ വെച്ച് നോക്കുകയാണെങ്കിൽ കാസ്റ്റേഡ് മെയിൽ ഗോട്ടിനെ എന്ത് വിളിക്കും? വെദർ എന്ന് വിളിക്കും. ഓക്കെ, കാസ്റ്റേഡ് ബക്ക് എന്ന് മാത്രമല്ല വെദർ എന്ന് വിളിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഓപ്ഷനാണ് കാണുന്നതെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും വെദർ തന്നെ എഴുതണം. ഇനി കാസ്റ്റേഡ് ബക്ക് ഉണ്ടെങ്കിൽ നമ്മൾ വെദർ എഴുതരുത്, കാസ്റ്റേഡ് ബക്ക് എന്ന് എഴുതണം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ഗ്രൂപ്പ് ഓഫ് ഷീപ്പ് ഈസ് കോൾഡ്. ഏതാണ്? ഷീപ്പിൻ്റെ ഗ്രൂപ്പിന് നമ്മൾ എന്ത് വിളിക്കുന്നു പറഞ്ഞു? എന്താണ്? ഫ്ലോക്ക് എന്ന് വിളിക്കുന്നു പറഞ്ഞു അല്ലേ? ഫ്ലോക്ക്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ B ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കാസ്ട്രേറ്റഡ് മെയിൽ ഓഫ് പിഗ് എന്ത് പറഞ്ഞു? കാസ്ട്രേറ്റഡ് മെയിൽ ഓഫ് പിഗിന് എന്ത് വിളിക്കും? നമ്മൾ പറഞ്ഞു ഹോഗ് അല്ലെങ്കിൽ സ്റ്റാഗ് എന്ന് പറഞ്ഞു അല്ലേ അവിടെ? അപ്പോൾ ഇവിടെ എന്താ? ഓപ്ഷൻ B ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി ഗോട്ട് മീറ്റ് ഈസ് കോൾഡ്. ഗോട്ടിൻ്റെ മീറ്റിനെ എന്ത് വിളിക്കും? ഷെവോൺ എന്ന് വിളിക്കും. ഓപ്ഷൻ C ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി ആക്ട് ഓഫ് മാറ്റിംഗ് ഇൻ പിഗ്സ്. നമ്മൾ പറഞ്ഞു എന്താണ്? നല്ല കപ്പിൾസ് എന്ന് പറഞ്ഞു അല്ലേ? നല്ല കപ്പിൾസ്. അതുകൊണ്ട് ഇവിടുത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ A ആണ്, കപ്ലിംഗ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യങ് ഫീമെയിൽ പിഗ് ഈസ് കോൾഡ്. യങ് ഫീമെയിൽ ഏതാണ്? ഗിൽറ്റ് അല്ലേ? അപ്പോൾ ഓപ്ഷൻ C ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഫ്ലോക്ക് ഈസ് എ ഗ്രൂപ്പ് ഓഫ്. ഇത് നമുക്ക് ചെയ്യാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും, പഠിക്കാത്ത ഒരു വാക്കും കൂടെ ഉണ്ട്. ഇവിടെ ഷീപ്പ്, ഗോട്ട്, ടർക്കി. നമുക്കറിയാം ഷീപ്പിൻ്റെ ഗ്രൂപ്പിനെ എന്ത് വിളിക്കും? ഫ്ലോക്ക് എന്ന് വിളിക്കും എന്ന് അറിയും. ഗോട്ടിന് നമ്മൾ പറഞ്ഞു എന്താണ് ഗ്രൂപ്പ്?
FP എന്ന് പറഞ്ഞല്ലേ, ഫ്ലോക്കും വിളിക്കും ബാൻഡും വിളിക്കും. അപ്പോൾ ഗോട്ട് ഉൾപ്പെടും. ടർക്കിയുടെയും എന്താണ് റാഫ്റ്റർ അല്ലെങ്കിൽ ഫ്ലോക്ക് അല്ലെങ്കിൽ റാഫ്റ്റർ ആണ്. ടർക്കിയുടെ ഗ്രൂപ്പിന് എന്ത് വിളിക്കും? റാഫ്റ്റർ അല്ലെങ്കിൽ ഫ്ലോക്ക് എന്ന് വിളിക്കും. അതുകൊണ്ട് ടർക്കിയും ഉൾപ്പെടും. ഇവിടുത്തെ ആൻസർ വന്നിട്ട് ഓപ്ഷൻ D ആണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ തന്നെ ആൻസർ സ്പീഡിൽ പറയണം. ഓക്കെ, റെഡിയല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ എന്താണ്? സ്പീഷ്യസ് നെയിം ഓഫ് കൗ എന്താണ്? പെട്ടെന്ന് പറഞ്ഞേ, ഏതാണ്? ബൊവൈൻ ആണല്ലേ. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സ്പീഷ്യസ് നെയിം ഓഫ് ബഫല്ലോ എന്താണ്? പെട്ടെന്ന് പറഞ്ഞോളൂ. ബുബാലിൻ അല്ലേ, ബുബാലിൻ. അപ്പോൾ സ്പീഷ്യസ് നെയിം ഓഫ് ഗോട്ടോ എന്തായിരിക്കും? കാപ്രൻ അല്ലേ. അടുത്ത സ്പീഷ്യസ് നെയിം ഓഫ് ഷീപ്പ് എന്താണ്? ഓവൈൻ ആണല്ലേ, ഓവൈൻ. അപ്പോൾ സ്പീഷ്യസ് നെയിം ഓഫ് പിഗ് എന്താണ്? പെട്ടെന്ന് പറഞ്ഞോളൂ. നമ്മൾ പറഞ്ഞു കണക്ട് ചെയ്ത് H1N1 എന്നൊക്കെ പറഞ്ഞു. എന്താണ്? സ്വൈൻ അല്ലെങ്കിൽ പോർസെൻ. മറന്നു പോരുത്, സ്വൈൻ അല്ലെങ്കിൽ പോർസെൻ. അപ്പോൾ സ്പീഷ്യസ് നെയിം ഓഫ് ഹോഴ്സ് എന്താണ്? ഇക്വൈൻ അല്ല, എന്താണ്? ഇക്വൈൻ. അടുത്ത് നോക്കുക. ഗ്രൂപ്പ് ഓഫ് കാറ്റിൽ ഈസ് കോൾഡ് എന്ത് വിളിക്കും? കാറ്റിലെ ഗ്രൂപ്പിന് എന്താ വിളിക്കുന്നത്? ഹേർഡ് എന്നാ വിളിക്കുന്നത്. അപ്പോൾ ഗ്രൂപ്പ് ഓഫ് ബഫല്ലോ ഈസ് കോൾഡ് അതിനെ എന്താണ് വിളിക്കുന്നത്? ഹേർഡ് എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഇനി ഗ്രൂപ്പ് ഓഫ് ഗോട്ട് ഈസ് കോൾഡ് നമ്മൾ എന്ത് പറഞ്ഞു? ഗോട്ടിന് എന്ത് ഗ്രൂപ്പ്, എന്തിൽ ഗ്രൂപ്പുണ്ട്? FPയിൽ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. എന്താണ്? അപ്പോൾ F മീൻസ് ഫ്ലോക്ക്, B മീൻസ് ബാൻഡ്. ഓക്കെ, ഇനി ഗ്രൂപ്പ് ഓഫ് ഷീപ്പ് ഈസ് കോൾഡ് എന്താണ്? ഫ്ലോക്ക്. ഇനി ഗ്രൂപ്പ് ഓഫ് പിഗ് ഈസ് കോൾഡ് പിഗിന്റെ ഗ്രൂപ്പിനെ എന്ത് വിളിക്കുന്നു? സ്റ്റോക്ക് എന്ന് വിളിക്കുന്നു. ഇനി ഗ്രൂപ്പ് ഓഫ് ഹോഴ്സ് ഈസ് കോൾഡ് പാക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആക്ട് ഓഫ് മാറ്റിംഗ് ഓഫ് കാറ്റിൽ എന്താണ് വിളിക്കുന്നത്? കാറ്റിലെ ആക്ട് ഓഫ് മാറ്റിംഗ് എന്താ പറയുന്നത്? സർവിങ് എന്നാ പറയുന്നത് അല്ലേ. ഇനി അടുത്ത് നോക്കാം. ആക്ട് ഓഫ് മാറ്റിംഗ് ഓഫ് ബഫല്ലോ ബഫലോയുടെ ആക്ട് ഓഫ് മാറ്റിംഗ് എന്ത് വിളിക്കുന്നു? അതിനെ സർവിങ് എന്നാ വിളിക്കാറ്. ഇനി ആക്ട് ഓഫ് മാറ്റിംഗ് ഓഫ് ഗോട്ട് എന്താണ്? അതിനും സർവിങ് എന്നാ പറയുന്നത്. നമ്മൾ പറഞ്ഞു എന്താണ് ഇതിന് നമ്മളെ LI ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ സർവീസ് കൊടുക്കുന്ന 3 ജീവി വർഗ്ഗങ്ങൾ ഏതൊക്കെ നമ്മൾ പറഞ്ഞു? കാറ്റിൽ, ബഫലോ, ഗോട്ട്. ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം. ഇനി നോക്കുക അടുത്ത ക്വസ്റ്റ്യൻ. ആക്ട് ഓഫ് മാറ്റിംഗ് ഓഫ് ഷീപ്പ് എന്താണ്? ടപ്പിംഗ് ആണ് അല്ലേ. ടപ്പാണ്, അതായത് അഡൽട്ട് മെയിലിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? റാം അല്ലെങ്കിൽ ടപ്പ് എന്ന് പറഞ്ഞു. ടപ്പാണ് എന്താണ്? ടപ്പിനെ കൊണ്ട് മാറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്, അതിനെന്ത് വിളിക്കുന്നു? ആക്ട് ഓഫ് മാറ്റിംഗ് ഓഫ് ഷീപ്പിനെ നമ്മൾ ടപ്പിംഗ് എന്ന് വിളിക്കുന്നു. ഇനി ആക്ട് ഓഫ് മാറ്റിംഗ് ഓഫ് പിഗ് എന്താണ് പറഞ്ഞത്? നമ്മൾ പറഞ്ഞു നല്ല കപ്പിൾ എന്ന് പറഞ്ഞു, അതുകൊണ്ട് അതിനെ കപ്ലിംഗ് എന്ന് വിളിക്കുന്നു. ഇനി അടുത്ത് നോക്കുക. ആക്ട് ഓഫ് മാറ്റിംഗ് ഓഫ് ഹോഴ്സ് ഹോഴ്സിന്റെ ആക്ട് ഓഫ് മാറ്റിംഗ് എന്ത് വിളിക്കുന്നു? കവറിംഗ് എന്ന് വിളിക്കുന്നു. ഓക്കെ, അടുത്ത് നോക്കുക. ആക്ട് ഓഫ് പാർച്ചുറേഷൻ ഓഫ് കാറ്റിലിന്റെ പാർച്ചുറേഷൻ പ്രസവത്തിന് എന്ത് വിളിക്കുന്നു? കാവിംഗ് എന്നാണ് വിളിക്കുന്നത്. എന്താണ്? കാവിംഗ്. ഇനി അടുത്ത് നോക്കുക. ആക്ട് ഓഫ് പാർച്ചുറേഷൻ ഓഫ് ബഫലോയുടെ പ്രസവത്തിന് എന്ത് വിളിക്കുന്നു? അതിനെയും കാവിംഗ് എന്നാണ് വിളിക്കുന്നത്. അടുത്ത് നോക്കുക. ആക്ട് ഓഫ് പാർച്ചുറേഷൻ ഓഫ് ഗോട്ടിന്റെ ആക്ട് ഓഫ് പാർച്ചുറേഷൻ എന്ത് വിളിക്കുന്നു? കിഡിങ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി ആക്ട് ഓഫ് പാർച്ചുറേഷൻ ഓഫ് ഷീപ്പ് എന്താണ്? ലാമ്പിംഗ് എന്ന് പറയുന്നത് അല്ലേ, ലാമ്പിംഗ് അല്ലേ. ഓക്കെ, ഇനി ആക്ട് ഓഫ് പാർച്ചുറേഷൻ ഓഫ് പിഗിന്റെ പ്രസവത്തിന് എന്ത് വിളിക്കുന്നു? ഫാരോയിങ് എന്ന് പറഞ്ഞു അല്ലേ. പിഗിന്റെ പ്രസവത്തിന് എന്ത് വിളിക്കുന്നു? ഫാരോയിങ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആക്ട് ഓഫ് പാർച്ചുറേഷൻ ഓഫ് ഹോഴ്സ് എന്താണ്? ഫോളിംഗ്. ആക്ട് ഓഫ് പാർച്ചുറേഷൻ ഓഫ് ഹോഴ്സ് എന്താണ്? ഫോളിംഗ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി ന്യൂ ബോൺ ഓഫ് കാറ്റ് അല്ലെങ്കിൽ യങ് ഓൺ ഓഫ് കാറ്റിൽ എന്ന് ചോദിച്ചാൽ എന്താണ്? കാഫ് ആണ്. എന്താണ്? കാഫ്. ഇനി അടുത്ത് നോക്കുക. ന്യൂ ബോൺ ഓഫ് ബഫലോയുടെ കുട്ടി എന്ത് വിളിക്കും? ബഫലോ കാഫ് എന്ന് വിളിക്കും അല്ലേ. അപ്പോൾ ന്യൂ ബോൺ ഓഫ് ഗോട്ടിന്റെ കുട്ടി എന്ത് വിളിക്കും? കിഡ് എന്ന് വിളിക്കും അല്ലേ. പെട്ടെന്ന് പറഞ്ഞോളൂ. കിഡ് അല്ലേ, കിട്ടുന്നില്ല നിങ്ങൾക്ക്? ഓക്കെ, ഇനി ന്യൂ ബോൺ ഓഫ് ഷീപ്പ് എന്ത് വിളിക്കും? ലാംബ് എന്ന് വിളിക്കും അല്ലേ. അപ്പോൾ ഷീപ്പിന്റെ കുട്ടി എന്ത് വിളിക്കും? ലാംബ് എന്ന് വിളിക്കും. ഇനി ന്യൂ ബോൺ ഓഫ് പിഗിന്റെ കുട്ടി എന്താണ് വിളിക്കുന്നത്? പിഗ്ലെറ്റ് അല്ലെങ്കിൽ പിഗ്ലിംഗ്. ഓക്കെ, ഇനി ന്യൂ ബോൺ ഓഫ് ഹോഴ്സിന്റെ കുട്ടി എന്ത് വിളിക്കും? ഫോൾ എന്ന് വിളിക്കും. അടുത്ത് നോക്കുക. യങ് മെയിൽ ഓഫ് കാറ്റിൽ എന്താണ്? ബുൾ കാഫ്. നമ്മൾ പറഞ്ഞു അഡൽട്ട്. ബുള്ള് മീൻസ് അഡൽട്ടായി, കാഫ് മീൻസ് യങ് ആണ്. ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നത് കൊണ്ട് എന്ത് വിളിക്കും? ബുൾ കാഫ് എന്ന് വിളിക്കും. അപ്പോൾ യങ് മെയിൽ ഓഫ് ബഫലോ ബുൾ കാഫ്. ഓക്കെ, ഇനി യങ് മെയിൽ ഓഫ് ഗോട്ട് എന്താണ്? ബക്ലിംഗ്. എന്താണ്? ബക്ലിംഗ്. അടുത്ത യങ് മെയിൽ ഓഫ് ഷീപ്പ് എന്താണ്? റാം ലാമ്പ്. എന്താണ്? യങ് മെയിൽ ഓഫ് ഷീപ്പ് എന്താണ്? റാം ലാമ്പ്. നമ്മൾ പറഞ്ഞു റാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡൽട്ട് മെയിലിനെ റാം എന്നാണ് വിളിക്കുന്നത്. ഷീപ്പിന്റെ ലാംബ് മീൻസ്
എന്താണ് യങ്, ഇവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, LAMB ആണ്, ലാമ്പ്, ശ്രദ്ധിക്കുക. ഓക്കെ, അതിനപ്പോൾ യങ് മെയിൽ ഓഫ് ഷീപ്പിനെ നമ്മൾ എന്ത് വിളിക്കും? റാംബ് ലാമ്പ് എന്ന് വിളിക്കും. അടുത്ത് നോക്കുക, യങ് മെയിൽ ഓഫ് പിഗ് എന്താണ്? ബോർലിംഗ്. യങ് മെയിൽ ഓഫ് പിഗ് എന്താണ്? ബോർലിംഗ്. അടുത്ത് നോക്കുക, യങ് മെയിൽ ഓഫ് ഹോഴ്സ് എന്താണ്? കോൾട്ട്. യങ് ഫീമെയിൽ ഓഫ് കാറ്റിൽ എന്താ വിളിക്കുന്നത്? ഹീഫർ എന്ന് പറഞ്ഞു, ഹീഫർ കാഫ് അല്ലേ. യങ് ഫീമെയിൽ ഓഫ് കാറ്റിൽ എന്ത് വിളിക്കും? ഹീഫർ കാഫ് എന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു 1 വർഷത്തിന് മേളിൽ പ്രായവും കാവിങ് നടക്കാത്തതും, അതായത് പ്രസവം നടക്കാത്തതുമായിട്ടുള്ള യങ് ഫീമെയിൽ എന്ത് വിളിക്കും എന്ന് ചോദിച്ചാൽ എന്താണ്? ഹീഫർ കാഫ് അല്ലെങ്കിൽ ഹീഫർ എന്ന് വിളിക്കുമെന്ന് പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, യങ് ഫീമെയിൽ ഓഫ് ബഫലോ എന്തായിരിക്കും? ബഫലോ ഹീഫർ കാഫ് അല്ലേ. യങ് ഫീമെയിൽ ഓഫ് ബഫലോ എന്താണ്? ബഫലോ ഹീഫർ കാഫ്. ഇനി യങ് ഫീമെയിൽ ഓഫ് ഗോട്ട് എന്താണ്? ഗോട്ട്ലിംഗ് അല്ലേ. യങ് ഫീമെയിൽ ഓഫ് ഗോട്ട് എന്താണ്? ഗോട്ട്ലിംഗ് ആണ്. യങ് ഫീമെയിൽ ഓഫ് ഷീപ്പ് എന്താണ്? ഈവ് ലാമ്പ് അല്ലേ. നമ്മൾ പറഞ്ഞു യങ് ഫീമെയിൽ ഓഫ് ഷീപ്പ് എന്താണ്? ഈവ് ലാമ്പ്. ഈവ് എന്താണ്? നമ്മുടെ അഡൽട്ട് ഫീമെയിൽ നമ്മൾ ഈവ് എന്ന് വിളിക്കുന്നു. ലാമ്പ് മീൻസ് കുട്ടി, ഇതിൻ്റെ ഇടയ്ക്കാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈവ് ലാമ്പ് എന്ന് വിളിക്കുന്നു. ഇനി യങ് ഫീമെയിൽ ഓഫ് പിഗ് എന്താണ്? ഗിൽറ്റ് അല്ലെ. നമ്മൾ പറഞ്ഞു ഗിൽറ്റ് ഓർണമെന്റ്സ്. ഓക്കെ, കണക്ട് ചെയ്ത് പഠിക്കുക, മറന്നു പോകരുത്. അടുത്ത യങ് ഫീമെയിൽ ഓഫ് ഹോഴ്സ് എന്താണ്? ഫില്ലി. യങ് ഫീമെയിൽ ഓഫ് ഹോഴ്സ് എന്താണ്? ഫില്ലി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, അഡൽട്ട് മെയിൽ ഓഫ് കാറ്റിൽ എന്താണ്? ബുൾ. എല്ലാവർക്കും അറിയാം അല്ലേ. ഇനി അഡൽട്ട് മെയിൽ ഓഫ് ബഫലോ എന്താണ്? ബഫലോ ബുൾ. ഇനി അഡൽട്ട് മെയിൽ ഓഫ് ഗോട്ടിനെ നമ്മൾ എന്ത് വിളിക്കും? ബക്ക് എന്ന് വിളിക്കും അല്ലേ, ബക്ക്. ഓക്കെ, അഡൽട്ട് മെയിൽ ഓഫ് ഷീപ്പ് എന്താണ്? റാം അല്ലെങ്കിൽ ടപ്പ്. നമ്മൾ പറഞ്ഞു എന്താണ്? ടപ്പിനെ കൊണ്ട് മാറ്റിംഗ് ചെയ്യിപ്പിക്കുന്നത് കൊണ്ടാണ് എന്താണ്? ആക്ട് ഓഫ് മാറ്റിംഗ് ഓഫ് ഷീപ്പ് എന്താണ്? ടപ്പിംഗ് എന്ന് വിളിക്കുമെന്ന് പറഞ്ഞു. ഇനി അടുത്ത് നോക്കാം, അഡൽട്ട് മെയിൽ ഓഫ് പിഗ് എന്താണ്? ബോർ. ഓക്കെ, അഡൽട്ട് മെയിൽ ഓഫ് പിഗിനെ നമ്മൾ എന്ത് വിളിക്കും? ബോർ എന്ന് വിളിക്കും. ഇനി അഡൽട്ട് മെയിൽ ഓഫ് ഹോഴ്സ് എന്താണ്? സ്റ്റാലിയൻ. അഡൽട്ട് മെയിൽ ഓഫ് ഹോഴ്സിനെ എന്ത് വിളിക്കുന്നു? സ്റ്റാലിയൻ എന്ന് വിളിക്കുന്നു. ഓക്കെ, അടുത്ത് നോക്കാം. ഇനി അഡൽട്ട് ഫീമെയിൽ ഓഫ് കാറ്റിൽ എന്താണ്? കൗ. അറിയാം അല്ലേ, എല്ലാവർക്കും അറിയാം. ഇനി അഡൽട്ട് ഫീമെയിൽ ഓഫ് ബഫലോ എന്താണ്? ഷീ ബഫല്ലോ. ഓക്കെ അല്ലേ. ഇനി അഡൽട്ട് ഫീമെയിൽ ഓഫ് ഗോട്ടിൻ്റെ അഡൽട്ട് ഫീമെയിൽ എന്ത് വിളിക്കുന്നു? ഡോ എന്ന് വിളിക്കുന്നു. അപ്പോൾ അഡൽട്ട് ഫീമെയിൽ ഓഫ് ഷീപ്പോ? ഈവ് എന്ന് വിളിക്കും അല്ലേ. അഡൽട്ട് ഫീമെയിൽ ഓഫ് ഷീപ്പ് എന്താണ്? ഈവ്. ഇനി അഡൽട്ട് ഫീമെയിൽ ഓഫ് പിഗ് എന്താണ്? സോ. ഓക്കെ അല്ലേ. ഇനി നോക്കുക, അഡൽട്ട് ഫീമെയിൽ ഓഫ് ഹോഴ്സ് എന്താണ്? മേയർ എന്നാണ് വിളിക്കുന്നത്. അഡൽട്ട് ഫീമെയിൽ ഓഫ് ഹോഴ്സിനെ എന്ത് വിളിക്കും? മേയർ എന്ന് വിളിക്കും. ഇനി കാസ്ട്രേറ്റഡ് മെയിൽ ഓഫ് കാറ്റിൽ, അതായത് മന്ദീകരിച്ച കാറ്റിലിൻ്റെ മെയിലിന് എന്ത് വിളിക്കും? ബുള്ളോക്ക് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ കാസ്ട്രേറ്റഡ് മെയിൽ ബഫലോ ആണ്. ബഫലോയുടെ കാസ്ട്രേറ്റ് ചെയ്ത മെയിലിന് എന്ത് വിളിക്കും? ബഫലോ ബുള്ളോക്ക് എന്ന് വിളിക്കും. ഓക്കെ, കാസ്ട്രേറ്റഡ് മെയിൽ ഓഫ് ഗോട്ട് എന്ത് വിളിക്കും? കാസ്ട്രേറ്റഡ് ബക്ക്. ഓക്കെ, മറന്നു പോകരുത്, കാസ്ട്രേറ്റഡ് ബക്ക്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, കാസ്ട്രേറ്റഡ് മെയിൽ ഓഫ് ഷീപ്പിനെ നമ്മൾ എന്ത് വിളിക്കും? വെദർ അല്ലെങ്കിൽ വെഡർ എന്ന് വിളിക്കും. ഓക്കെ അല്ലേ, വെദർ അല്ലെങ്കിൽ വെഡർ എന്ന് വിളിക്കും. അപ്പോൾ കാസ്ട്രേറ്റഡ് മെയിൽ ഓഫ് പിഗിനെ നമ്മൾ എന്ത് വിളിക്കും? ഹോഗ് അല്ലെങ്കിൽ സ്റ്റാഗ് എന്ന് വിളിക്കും. ഓക്കെ അല്ലേ. ഇനി കാസ്ട്രേറ്റഡ് മെയിൽ ഓഫ് ഹോഴ്സ് എന്താണ്? ഗിൽഡിങ് അല്ലേ. എന്താണ്? ഗിൽഡിങ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൗസ് ഓഫ് കാറ്റിലെ ഹൗസിനെ എന്ത് വിളിക്കും? ബാൺ അല്ലെങ്കിൽ ഷെഡ്. എന്താണ്? ബാൺ അല്ലെങ്കിൽ ഷെഡ്. അപ്പോൾ ഹൗസ് ഓഫ് ബഫലയോ അതിനെ എന്താണ്? ബാൺ അല്ലെങ്കിൽ ഷെഡ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഗോട്ടിൻ്റെ ഹൗസിനെ എന്ത് വിളിക്കും? അവിടെ പെൻ അല്ലെങ്കിൽ ഷെഡ് എന്ന് വിളിക്കും അല്ലേ. അപ്പോൾ ഹൗസ് ഓഫ് ഷീപ്പോ ഓൺലി ഷെഡ് എന്നേ വിളിക്കുള്ളൂ. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി ഹൗസ് ഓഫ് പിഗ് എന്താണ്? സ്റ്റൈ. അപ്പോൾ ഹൗസ് ഓഫ് ഹോഴ്സോ സ്റ്റേബിൾ, അതായത് ഹോഴ്സ് ഒരിക്കലും കിടക്കാറില്ല, അതുകൊണ്ടാണ് സ്റ്റേബിൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നോക്കാം, സയൻറ്റിഫിക് നെയിം ഓഫ് ഇന്ത്യൻ അല്ലെങ്കിൽ ഇന്ത്യൻ ഓർ എക്സോട്ടിക് കാറ്റിൽ എന്താണ്? ഇന്ത്യൻ കാറ്റിലെ സയൻറ്റിഫിക് നെയിം എന്താണ്? ബോസ് ഇൻഡിക്കസ്. അപ്പോൾ എക്സോട്ടിക്കോ? ബോസ് ടോറസ്. ഓക്കെ, ഇന്ത്യൻ കാറ്റിലെ സയൻറ്റിഫിക് നെയിം ബോസ് ഇൻഡിക്കസും എക്സോട്ടിക് കാറ്റിലെ ബോസ് ടോറസും. അടുത്ത് നോക്കുക, സയൻറ്റിഫിക് നെയിം ഓഫ് ബഫലോ എന്താണ്? ബുബാലസ് ബുബാലിസ്. എന്താണ്? ബുബാലസ് ബുബാലിസ്. അപ്പോൾ സയൻറ്റിഫിക് നെയിം ഓഫ് ഗോട്ട് എന്താണ്? ക്യാപ്ര ഹിർക്കസ്. എന്താണ്? ക്യാപ്ര ഹിർക്കസ്. ഇനി സയൻറ്റിഫിക് നെയിം ഓഫ് ഷീപ്പ് എന്താണ്? ഓവിസ് ഏരീസ്. എന്താണ്? ഓവിസ് ഏരീസ്. അപ്പോൾ സയൻറ്റിഫിക് നെയിം പിഗോ, പിഗിൻ്റെ സയൻറ്റിഫിക് നെയിം എന്ത് വിളിക്കും? സസ്ക്രോഫ എന്ന് വിളിക്കും അല്ലേ. പിഗിൻ്റെ സയൻറ്റിഫിക് നെയിം എന്ത് വിളിക്കും? സസ്ക്രോഫ. ഇനി സയൻറ്റിഫിക് നെയിം ഓഫ് ഹോഴ്സ് എന്താണ്? ഇക്വസ് കബാലസ്. എന്താണ്? ഇക്വസ് കബാലസ്. ഓക്കെ, നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഈ ഭാഗത്തു നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്, സ്റ്റേറ്റ്മെൻറ്റ് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി അതുപോലെ തന്നെ കോമൺ ടേംസിൻ്റെ കുറച്ചുകൂടി നമുക്ക് കോമൺ ടേംസ് നോക്കാനുണ്ട്. ഏകദേശം നമുക്കിൻ്റെ കോമൺ ടേംസിൻ്റെ 2 ക്ലാസ് കൂടെ ഉണ്ട്. നമ്മൾ അതിൽ ആ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഭാഗത്തു നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത് മറക്കാതെ കാണുക. ഇപ്പോൾ 2 ക്ലാസ്സായിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. 2 ക്ലാസ്സിലും എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് ഉണ്ട്. ഓക്കെ, ഇനി പറയാനുള്ളത്, നിങ്ങൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റാണ് നിങ്ങൾക്ക് ഇനി മുന്നോട്ടുള്ള ക്ലാസ്സുകൾ ഇടാനുള്ള പ്രചോദനം.